തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മീര മനോഹരൻ കൂടി ചേരുകയാണ്. മീര, തിരുവനന്തപുരത്ത് നിന്നുള്ള ഏതൊക്കെ സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്? യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ കിട്ടുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ലക്ഷ്മി സഹി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധി തന്നെയാണ് യാത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ടിക്കറ്റ് അല്ല, ഓരോരാളും ഓരോ സ്വപ്നമാണ്, ഓരോ യാത്രയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ എയർപോർട്ടിൽ നേരത്തെ തന്നെ എത്തുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എത്തിയപ്പോഴാണ് പലരും ഇത്തരത്തിൽ ഈ വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത്. നിലവിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും പ്രധാനമായും 8 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, കുവൈറ്റ് എയർവേസ് തുടങ്ങിയവയാണ് ഇവ ഓരോന്നും. അതിൽ തന്നെ എയർ ഇന്ത്യയുടെ മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാൻ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന 5 ഫ്ലൈറ്റുകൾ, കൂടാതെ ഖത്തറിൽ ദോഹയിലേക്ക് പോകുന്ന വിമാനം, കൂടാതെ കുവൈറ്റ് എയർലൈൻസിൻ്റെ കുവൈത്തിലേക്ക് പോകുന്ന, ഒപ്പം ഇൻഡിഗോ ഷാർജയിലേക്ക് പോകുന്ന വിമാനം എന്നിവയാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മൾ അവിടെ പോയി പ്രതികരണങ്ങൾ എടുക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു യാത്രക്കാർ ഓരോരുത്തരും പറഞ്ഞത്. തിരുവനന്തപുരം എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ഒത്തിരിയായിട്ടുള്ള യാത്രക്കാർ അവിടെ എത്തുന്നുണ്ട്. അവർക്ക് ഉൾപ്പെടെ ഇന്നലെ തന്നെ ഈ വിമാനത്തിന് സമയത്തിനനുസരിച്ച് ദീർഘദൂരം സഞ്ചരിച്ച് വന്നവരാണ്. വന്ന് ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിമാനം റദ്ദാക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള പ്രതിസന്ധിയിലായിരുന്നു ഓരോരുത്തരും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അപ്ഡേറ്റുകൾ, ഇനി മറ്റ് ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് ലഭിക്കുമോ തുടങ്ങിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അവിടെ നിന്നുള്ള പ്രതികരണം. എന്തായാലും ഈ ഒരു പശ്ചിമേഷ്യയിൽ ഈ വിഷയത്തിൽ വ്യോമപാത തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ ഇത്തരത്തിലുള്ള യാത്രക്കാരും കൂടിയാണ് വലിയ പ്രതിസന്ധിയിലെത്തുന്നത്. 8 വിമാനത്തോളം റദ്ദാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാകും. അവർക്കൊന്നും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്ന് റദ്ദാക്കപ്പെട്ടു എന്നറിയുമ്പോൾ ആ പ്രതിസന്ധി വളരെ വലുതാണ്. എന്തായാലും ഇന്നലെ ഉൾപ്പെടെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിരവധിയായ യാത്രക്കാർ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായി എന്നുള്ളത് തന്നെയാണ്. രാവിലെ നമ്മൾ പോകുന്ന സാഹചര്യത്തിലും കുറച്ച് ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അവിടെ യാത്രക്കാരെല്ലാം പിരിഞ്ഞു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് മറ്റ് ദിവസങ്ങൾ, നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് കിട്ടുമോ എന്ന കാര്യത്തിലും ഒരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നതാണ് ലക്ഷ്മി. തീർത്തും അനിശ്ചിതാവസ്ഥ തന്നെയാണ് വ്യോമയാത്രികരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ